ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ പ്രിയപ്പെട്ടവളായി മാറുകയാണ് കേട്ടോ. അതായത് ബാലചന്ദ്രന് ഒരുപാട് ഇഷ്ടമാകാണ് അലീനയുടെ ആ ഒരു രീതിയും അതുപോലെ തന്നെ അലീനയുടെ ആ ഒരു സൗമ്യതയും സ്വഭാവവും ആ മനസ്സിൻ്റെ ശുദ്ധിയൊക്കെ ബാലചന്ദ്രന് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. തനിക്ക് പിറക്കാതെ പോയ മകളാണ്, തൻ്റെ മക്കളെ പോലെ തന്നെയാണ് നീയെന്ന് അലീനയോട് പറയുന്നുണ്ട് കേട്ടോ. ആ വാക്കുകളൊക്കെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണ്. കാരണം തൻ്റെ സ്വന്തം അമ്മയിൽ നിന്നും ഒരിക്കലും ആ ഒരു വാക്ക് പ്രതീക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് അത് ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും അലീനനെ ഒരുപാട് ചേർത്ത് നിർത്തുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയുടെ ഓരോരോ ക്രൂരതകൾക്കും നമ്മുടെ ബാലചന്ദ്രനാണ് കേട്ടോ നമ്മുടെ അലീനനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും സമാധാനിപ്പിക്കുന്നതും ഒക്കെ. അതൊക്കെ കാണുമ്പോൾ വൈജയന്തി മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും സത്യം അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ബബിതയാണെങ്കിൽ ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീണു പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നും നമ്മുടെ അലീനയായിരിക്കും ബബിതയെ രക്ഷിക്കുന്നത്. ആ ഒരു ഇതോടുകൂടി ബാലചന്ദ്രന് അലീനയെ ഒരുപാട് ഇഷ്ടമാകാണ് കേട്ടോ. കാരണം തൻ്റെ മക്കൾക്കില്ലാത്ത ആ ഒരു ഒരു ബുദ്ധിയും ബോധവും ഒക്കെ അലീനയ്ക്ക്, അതും പുറത്തെങ്ങും പോയി പഠിക്കാത്ത, അതും ഒത്തിരി ലോകപരിചയമൊന്നും ഇല്ലാത്ത ആ ഒരു കുട്ടിക്ക്, വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കുട്ടിക്ക് ഇത്രയും വിവേകം ഉണ്ടെങ്കിൽ, ഇത്രയും സൗമ്യത, ഇത്രയും സ്നേഹം ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി എത്രമാത്രം വലുതായിരിക്കും എന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ. അവളുടെ മനസ്സിൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ പഠിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ, എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ തൻ്റെ മക്കൾക്ക് ബാലചന്ദ്രൻ. അങ്ങനെ ബബിതേനെ ഒരു ചതിൽക്കുഴിയിൽ നിന്ന് രക്ഷിക്കുന്നതോടുകൂടി ബബിതയ്ക്കും അലീനയോട് വല്ലാത്തൊരു സ്നേഹവും അനുകമ്പയും ഒരു സഹതാപവും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ബബിതയാണെങ്കിൽ അലീനനെ ഇത്രയും കാലം ദ്രോഹിച്ചതിനും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചതിനും ഒക്കെ ബബിത സോറി ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണയുടെയും ബബിതയുടെയും ഒക്കെ പ്രിയപ്പെട്ട ചേച്ചിയായി മാറുകയാണ് കേട്ടോ അലീന. എന്നാലും രോഹിത് തൻ്റെ ശത്രുത അങ്ങനെ തന്നെ നീട്ടിക്കൊണ്ടു പോകുകയാണ് കേട്ടോ. രോഹിത്തിന് അലീനനെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അലീന അതിൽ നിന്നെല്ലാം പൊരുതി ജയിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വൈജയന്തിയും അലീനയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാകുകയാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, എല്ലാവരും കൂടെ ചേർന്ന്, അതായത് ബാലചന്ദ്രനും അതുപോലെ തന്നെ വൈജയന്തിയും മക്കളും എല്ലാവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വൈജയന്തി എന്തോ ഒരു മണ്ടത്തരം പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ കളിയാക്കുകയും അതുപോലെ തന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ട് എല്ലാവരും ചിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ അലീനയും ചിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരികയാണേ. നീ വീട്ടിലെ വേലക്കാരി മാത്രമാണ്, അല്ലാതെ മറ്റാരുമല്ല. എന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? എന്നെ എൻ്റെ ഭർത്താവ് എന്ത് പറയുകയോ ചെയ്യുകയോ ചെയ്യും, അതിന് നിനക്കെന്താ? നീ എന്തിനാ അതിന് ചിരിക്കുന്നത്? എന്നെ കളിയാക്കുന്നു, അത്രയ്ക്ക് അഹങ്കാരമാണോ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് അലീനയോട് ചൂടാകുകയാണ്. ആ സമയത്ത് ബബിതയും കൃഷ്ണയൊക്കെ പറയുന്നുണ്ട്, ബാലചന്ദ്രനും പറയുന്നുണ്ട്, ഇനി ഞങ്ങളെല്ലാം ചിരിച്ച കൂട്ടത്തിൽ ആ കുട്ടിയും ചിരിച്ചു എന്നേ ഉള്ളൂ. അതിന് അമ്മ ഇത്ര ദേഷ്യപ്പെടുന്നത് എന്തിനാ? അല്ലെങ്കിൽ വൈജയന്തി നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞാൽ പോരെ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് ഇതൊക്കെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല ബാലചന്ദ്ര. നിങ്ങളെല്ലാം ഇവളെ തലയെ കയറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവളെ തലയെ കയറ്റി വെക്കേണ്ട ഒരു ഗതികേടുമില്ല. വേലക്കാരുടെ സ്ഥാനത്ത് നിർത്താനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ നിർത്തിയില്ലെങ്കിൽ അനുഭവം വരുമ്പോൾ എല്ലാവരും പഠിച്ചോളും. ഇപ്പം എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണല്ലോ, കുറച്ച് തൊലിവെളുപ്പും കൂടെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഇപ്പം അവൾ മതി എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ ഒരു നോട്ടവും നോക്കിയിട്ട് വൈജയന്തി അങ്ങനെ പോകുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. അലീന ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു കേട്ടോ. വൈജയന്തി നിന്നും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അലീനയ്ക്ക് അത് വല്ലാത്തൊരു സങ്കടമായി പോവാണ് കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ, നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുകയോ അല്ല സങ്കടപ്പെടുകയൊന്നും ചെയ്യേണ്ട കേട്ടോ. നീ നോക്കിക്കൊണ്ടൊക്കെ നിന്നാൽ മതിന്നേ. അവളങ്ങനെ പലതും പറയും, അവളെ തിരുത്താൻ ആർക്കും കഴിയില്ല. 10-24 വർഷമായി ഞാൻ അവളെ വിവാഹം കഴിച്ചിട്ട്. ഇത്രയും നാളായിട്ട് അവൾ തിരുത്താൻ നോക്കിയിട്ട് തിരുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി വയസ്സാം കാലത്ത് തിരുത്താനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. മക്കളുടെയൊക്കെ മുമ്പ് വെച്ച് അടി കൊടുക്കുക അല്ലെങ്കിൽ തല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മോശപ്പെട്ട കാര്യമാണ്. അവൾ ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ, മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളും പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ചേച്ചി ചെറിയൊരു കാര്യം മതി അമ്മയ്ക്ക് ദേഷ്യപ്പെടാനും ചൂടാവാനും ഒക്കെ. അമ്മ എടുത്ത് ചാട്ടോ അമ്മയ്ക്ക് മൊത്തം. ചേച്ചി സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളെല്ലാം ചിരിച്ചല്ലോ, പിന്നെ ചേച്ചി ചിരിച്ചല്ലോ എത്ര വലിയ തെറ്റ് എന്നൊക്കെ ചോദിച്ച് പിള്ളേരെ സപ്പോർട്ടൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ അലീനയ്ക്ക് ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അലീന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് പരാതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ, നിനക്ക് എന്താ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? വൈജയന്തിയുടെ സ്വഭാവം നിനക്ക് അറിയാമെന്നല്ലേ? നീ വന്ന് കയറി അന്ന് മുതൽ നിന്നോട് ഓരോന്നോരോന്ന് പറഞ്ഞ് അവൾ ചൊറിയാൻ നിൽക്കുന്നതല്ലേ?
പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നേ? ഒരു ചെവി കൂട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് വിട്ടാൽ മതിയെന്നേ. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ നീ തക്ക മറുപടി കൊടുക്കുന്നല്ലേ? ആ മോള് ഇത്ര എന്താ ഇതായിട്ട് കരയുന്നോ? അവൾ എന്തെങ്കിലും പറഞ്ഞാൽ തക്ക മറുപടി കൊടുത്താൽ അത് അവിടെ തീരുന്നേ. എൻ്റെ മോള് വിഷമിക്കാതെ, വിഷമിക്കുമ്പോൾ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും നമ്മുടെ അലീനയ്ക്ക് അത്ര സങ്കടമൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം തൻ്റെ അമ്മയല്ലേ. അപ്പോൾ എത്രയെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇത് അറിയാവുന്നത് കൊണ്ട്, ആ ഒരു സത്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. അങ്ങനെ അലീന രാത്രി ആകുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങിക്കഴിയുവേ. ആ സമയത്ത് അലീന തൻ്റെ ഡയറി എടുത്ത് എഴുതാണ് കേട്ടോ. അങ്ങനെ ഡയറി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് മുറിയിൽ ഇങ്ങനെ വെട്ടമൊക്കെ കാണുമല്ലോ. അപ്പോൾ വൈജയന്തി ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. വെള്ളം എടുക്കാൻ വേണ്ടി രാത്രി വരുമ്പോഴായിരിക്കും അലീനയുടെ റൂം പകുതി തുറന്ന് കിടക്കുന്ന കാണുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അലീന എന്തോ എഴുതുന്ന കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെട്ടവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ വന്നിട്ട് അലീനോട് പറഞ്ഞു, നീ എന്താ എഴുതുന്നത്? അത് പിന്നെ ഞാൻ ഡയറിയോ? ഇപ്പോൾ ആദ്യരാത്രിക്കാണോ ഡയറി എഴുതുന്നത്? ഈ ലൈറ്റും എല്ലാം ഓൺ ആക്കിയിട്ടിട്ട് നീ എന്ത് ഭാവിച്ചാ? കറണ്ട് ബില്ല് കൂട്ടിയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറഞ്ഞിട്ട്, ഈ ലൈറ്റ് ഒരു 10 മിനിറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അത്ര വലിയ കറണ്ട് ബില്ലൊന്നും കൂടാൻ പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ഉടനെ നമ്മുടെ വൈജയന്തി പറഞ്ഞിട്ട്, എന്ത് പറഞ്ഞാലും തർക്കുത്തരം, നീയാണോ ഞാനാണോ ഇവിടുത്തെ വീട്ടുകാരി എന്ന് ചോദിക്കുമ്പോൾ അലീന പറഞ്ഞിട്ട്, വീട്ടുകാരി മേഡം തന്നെയാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതിപ്പോൾ കഴിയും എന്ന് പറഞ്ഞിട്ട്, ഓ ഡയറി എഴുതിയിട്ട് എന്താകാൻ പോകുക എന്ന് വെച്ചാൽ ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുമല്ലേ, ഡയറി കുത്തി കുറിക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി കളിയാക്കിയിട്ട് പോകുകയാണ് കേട്ടോ. ആ സമയത്ത് അലീന വൈജയന്തി ഒരു സങ്കടത്തോടെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന് ആ എഴുതിയത് പൂർത്തീകരിക്കാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് പോകാൻ കേട്ടോ നമ്മുടെ അലീന. ആ സമയത്ത് വൈജയന്തി വീട്ടിലുണ്ടായിരിക്കുമേ. അങ്ങനെ മുത്തശ്ശി എന്തോ ആവശ്യത്തിന് റൂമിലേക്ക് വിളിക്കുമ്പോഴായിരിക്കും വൈജയന്തി റൂമിലേക്ക് കയറി വരികയാണ്. അങ്ങനെ കയറി വരുമ്പോൾ ചുമ്മാ മേശമേലും ഒക്കെ ഇങ്ങനെ വൈജയന്തി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അലീന അവിടെ ഇല്ലല്ലോ. അപ്പോൾ അലീനയും ആ മുറിക്കുള്ളിലല്ലേ. അപ്പോൾ അലീന അവിടെയൊക്കെ ഇങ്ങനെ വൈജയന്തി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ചുറ്റും ഇങ്ങനെ ചുമ്മാ നോക്കുകയാണേ. അങ്ങനെ നോക്കുന്ന സമയത്തായിരിക്കും അലീനയുടെ ബാഗിനടിയിൽ ആ ഒരു ഡയറി ഇരിക്കുന്ന കാണാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ ഡയറി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയെ നോക്കുമ്പോൾ മുത്തശ്ശി ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് വൈജയന്തി ആ ഡയറി ഇങ്ങനെ എടുക്കാൻ കേട്ടോ. അങ്ങനെ റൂമിൽ പോയിരുന്നിട്ട് ആ ഡയറി വായിക്കാൻ കേട്ടോ. അങ്ങനെ അലീന, അതായത് ഓർമ്മ വെച്ച കാലം മുതലുള്ള കാര്യങ്ങൾ അലീന ആ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് കേട്ടോ. തൻ്റെ മനസ്സാണ്, അലീനയുടെ മനസ്സാണ് ആ ഡയറി, അവളുടെ ജീവിതം. ആ ഡയറി മുഴുവൻ വായിച്ച് തീർക്കാൻ കേട്ടോ. അത് വായിച്ചു തീരുന്നതോടെ നമ്മുടെ വൈജയന്തിയുടെ ഉള്ളൊന്ന് പെടയാണേ. വൈജയന്തിക്ക് താങ്ങാനാവുന്നില്ല കേട്ടോ. കാരണം വൈജയന്തി തൻ്റെ മകളാണെന്ന് തിരിച്ചറിയാണ് കേട്ടോ. ആ ഡയറി വായിക്കുന്നതിലൂടെ വൈജയന്തി തൻ്റെ മകളായിരുന്നു, തൻ്റെ കൂടെ നിന്നിരുന്നതും ആ മകൾ മരിച്ചിട്ടില്ല എന്നൊക്കെയുള്ള സത്യങ്ങൾ തിരിച്ചറിയാൻ കേട്ടോ. വൈജയന്തി ഹൃദയം തകർന്നു പോകുന്നൊരവസ്ഥയിൽ നിൽക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ തിരികെ മാർക്കറ്റിൽ നിന്ന് എത്തുമ്പോഴത്തേക്കിനും വൈജയന്തി ആണെങ്കിൽ അലീനയ്ക്ക് ആ ഡയറി കൈമാറുകയാണ് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പെട്ടെന്ന് ഒരു ഭയത്തോടെ നോക്കുകയാണ്. അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. കലങ്ങിയ കണ്ണുകളോടെ ആ ഡയറി അലീനയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെ റൂമിൽ പോയിരിക്കായിരിക്കും കേട്ടോ. ആ മുറിയിൽ നിന്ന് പോലും ഇറങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ രാത്രിയാകുമ്പോഴത്തേന് ബാലചന്ദ്രൻ എത്തുകയാണേ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ തനിക്ക് പറ്റിയ സുഖമില്ലേ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയ തലവേദന. അല്ല, തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ, തനിക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു തലവേദനയാണെന്ന് പറഞ്ഞല്ലോ, ബാലചന്ദ്രൻ പൊയ്ക്കോ എന്ന് പറയാൻ കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അലീന ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ വൈജയന്തി ചെന്ന് വിളിക്കുന്നൊന്നും ഇല്ലായേ. അപ്പോൾ അലീന ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് സർ മേഡത്തിനെയും കൂടെ വിളിക്കുക എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വിളിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടാന്ന് പറയാണ്. അങ്ങനെ വൈജയന്തിക്ക് വേണ്ടാന്ന് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണേ. ഈ സമയത്ത് അലീനയോട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറഞ്ഞിട്ട് എനിക്ക് വിശപ്പില്ല. ഇതെന്താ, ആർക്കും ഇന്ന് ഈ വീട്ടിൽ വിശപ്പില്ലേ? ഇല്ല, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ്, നിങ്ങൾ കഴിച്ചോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലീനയും പുള്ളി ആ സങ്കടം ഒതുക്കി അങ്ങനെ റൂമിലിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും രാത്രിയിൽ ബാലചന്ദ്രനും എല്ലാവരും ഉറങ്ങിയ ശേഷം വൈജയന്തി അലീനയുടെ അടുക്കിലേക്ക് വരികയാണ് കേട്ടോ. അലീന ഉറങ്ങിയെന്നോർത്ത് വരികയാണ്. ആ സമയത്ത് അലീന ഇങ്ങനെ ഉറങ്ങിയിരിക്കും കേട്ടോ. അങ്ങനെ എന്നിട്ട് അലീനയുടെ അടുക്കൽ വന്നിട്ട് അലീനയുടെ നെറ്റിയിൽ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ നിൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ മകളാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയല്ലോ, നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അതൊന്നും ഈ അമ്മ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണീരൊഴുക്കാനുണ്ടോ. എന്നിട്ട് നെറ്റിയിലൊരു മുത്തമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വൈജയന്തി തിരികെ റൂമിലേക്ക് പോകുമായിരിക്കും കേട്ടോ. ആ സമയത്ത് അലീന ഉണരുന്നുണ്ട്. അതായത് അലീനയ്ക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ അലീന അറിഞ്ഞിരുന്നു വൈജയന്തി വന്നത് തന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഉറക്കം നടിച്ച് കിടക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ അലീന ചങ്ക് പൊട്ടി കരയാണ് കേട്ടോ. തൻ്റെ അമ്മേനെ തനിക്ക് തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷം. നാളെ എന്താകും ഇവിടുത്തെ ജീവിതം, അതായത് ഇവിടെയുള്ള എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഇനി അമ്മേനെ ഒറ്റപ്പെടുത്തുമോ, അമ്മേനെ ഒഴിവാക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു പേടിയും ഭയവും അലീനയുടെ മനസ്സിൽ കിടന്ന് നീറുന്ന കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ അവർ എപ്പിസോഡ് കഴിയുന്നത്.